നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് പ്രവൃത്തി ദിവസങ്ങൾ ഉള്ള ഒരാഴ്ചയാണിത്. ഇന്നലെ മാർക്കറ്റ് അവധി, വരുന്ന വെള്ളിയാഴ്ച മാർക്കറ്റ് അവധി, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച 3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു മന്ത്ലി എക്സ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡും എല്ലാം തന്നെ ഈ ഒരു 3 ദിവസങ്ങൾക്കുള്ളിൽ കഴിയണം. അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി നമുക്ക് വളരെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 3:30 നമ്മൾ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിനുശേഷം വെള്ളിയാഴ്ച രാത്രി ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തു. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു 2 ദിവസത്തെ ഒരു വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഫ്രൈഡേ ക്ലോസ് കാണാം. ഇപ്പോഴത്തെ ഒരു ലെവൽ കാണാം, 22,114 എന്ന ലെവല്. ഏകദേശം ഒരു 50 പോയിന്റിൽ താഴെ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിൽ നിന്ന് സ്ലൈറ്റ്ലി ഒന്ന് നിഫ്റ്റി ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ അത് വലിയൊരു ഇടിവായിട്ടോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളായിട്ടോ കഴിഞ്ഞ ഒരു 3 ദിവസത്തെ ഒരു മാർക്കറ്റിൻ്റെ ആബ്സെൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് 7 മണിക്ക് ന്യൂസിൽ കമ്പനികളുടെ ന്യൂസുകളെ പറ്റി പറയുന്നുണ്ട്. അതല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, പുതിയ ന്യൂസാണ്. അപ്പോൾ വൈകിട്ടും രാവിലെയും കമ്പനികളുടെ ന്യൂസുകൾ ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ പുതിയതായിട്ട് നമ്മൾ കളക്ട് ചെയ്ത ന്യൂസ് അദാനി പോർട്ടിനെ സംബന്ധിച്ചാണ്. അദാനി പോർട്ട് ഗോൽപാൽ പോർട്ടിൽ ഏകദേശം ഒരു 95% സ്റ്റേക്ക് നിക്ഷേപം നടത്തി 3000 കോടി രൂപ കൊടുത്ത് ഈ ഒരു സ്റ്റേക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് അദാനി പോർട്ടിനെ സംബന്ധിച്ചുള്ള ന്യൂസ്. മാൻകൈൻഡ് ഫാർമ, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ബീജിംഗ് ലിമിറ്റഡ് ഏകദേശം 3% സ്റ്റേക്ക് ഈ ഒരു മാൻകൈൻഡ് ഫാർമയിലെ ബ്ലോക്ക് ഡീല് വഴി വിറ്റേക്കാം എന്നുള്ള ന്യൂസ് ശ്രദ്ധിക്കുക. യൂനോ മിൻഡോ ഫാർമ കമ്പനി സ്റ്റാർച്ച് എനർജി ലിമിറ്റഡായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നിർമ്മിക്കാനും അതിൻ്റെ വിതരണം ചെയ്യാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. സൈഡസ് ലൈഫ് ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. US FDAയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഈ ഒരു സൈഡസ് ലൈഫിൻ്റെ പുതിയ മെഡിസിൻ്റെ അംഗീകാരം കൊടുത്തു. വെൽസ്പൺ കോർപ്പറേഷൻ കമ്പനി സൗദി അറേബ്യയിലെ അരാംകോയായിട്ട് ഏകദേശം ഒരു 339 കോടി രൂപയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഓർഡർ ക്യാൻസലാക്കിയെന്നാണ് വെൽസ്പൺ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. ഇന്ത്യ മെറ്റൽ ആൻഡ് ഫെറോ അലോയ് കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഡിവിഡൻഡ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 9 സ്പെഷ്യൽ ഡിവിഡൻഡ് ഉള്ളത്. അതുപോലെ നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ അണ്ടറിൽ ഈ ഒരുപാട് ഇൻഫർമേഷനിൽ ഒരു ഇൻഫർമേഷനാണ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്. അവിടെ പോയി നമുക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ സാധിക്കും. NTPC കമ്പനി ഇവരെ സംബന്ധിച്ച് ജാർഖണ്ഡിൽ ഇവരുടെ കോൾ മൈനിങ് പ്രൊജക്റ്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഏപ്രിൽ 1 മുതൽ NTPC ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഇവർ ആരംഭിക്കും. സംഗി ഇൻഡസ്ട്രീസ് കമ്പനിയെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അംബുജ ഗ്രൂപ്പ്, സംഗി ഇൻഡസ്ട്രീസിൽ അംബുജ ഗ്രൂപ്പിനുണ്ടായിരുന്ന ഏകദേശം 258 കോടി വാർത്ത വരുന്ന അംബുജ ഗ്രൂപ്പിന് നിക്ഷേപം, അംബുജ ഗ്രൂപ്പ് വിറ്റൊഴിയും എന്നുള്ള ന്യൂസ് ഉണ്ട്. സംഗി ഇൻഡസ്ട്രീസിൽ നിന്ന് ശ്രദ്ധിക്കുക. അലയൻസ് ഇൻഡസ്ട്രീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ റിന്യൂവബിൾ എനർജി മേഖലയിൽ ഇവരുടെ സാന്നിധ്യം വളരെയധികം ശക്തിപ്പെടുത്താനായിട്ട് പുതിയതായിട്ട് 2 അക്വിസിഷൻസ് നടത്തി. അത് പാർഷ്യൽ അക്വിസിഷൻ അല്ല, പൂർണ്ണമായിട്ടും ഈ ഒരു കമ്പനീനെ ഏറ്റെടുക്കുക എന്നുള്ള രീതിയിലാണ്. MSKVT 19 സോളാർ പ്രൈവറ്റ് ലിമിറ്റഡും MSKVT 22 സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2 കമ്പനീനെ പൂർണ്ണമായിട്ടും ഇവർ റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി 26 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ITC കമ്പനി ഇൻ്റർനാഷണൽ ട്രാവൽ ഹൗസ് 21 കോടി രൂപ മുടക്കി അക്വയർ ചെയ്തിട്ടുണ്ട്. ITCക്ക് നിലവിൽ ഇവരുടെ ഹോട്ടൽ ശൃംഖല വളരെയധികം ബൃഹത്തായിട്ടുള്ള ശൃംഖലയാണ്. ITC ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നിയർ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ITCയുടെ ഹോട്ടൽ ബിസിനസ് വേറൊരു ബിസിനസ്സായിട്ട്, വേറൊരു എൻറ്റിറ്റി ആയിട്ടൊക്കെ ഡീമെർജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, റിലയൻസിൽ നിന്ന് ജിയോ വേർപെട്ട പോലെ. ഇനി മാംഗ്ലൂർ റിഫൈനറി കമ്പനി, ഇവർ ഈ മാംഗ്ലൂർ സെസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ IL&FS എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മാംഗ്ലൂർ റിഫൈനറി കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അക്വിസിഷൻ്റെ
ഭാഗമായിട്ട് 27% ഇപ്പോൾ ബാംഗ്ലൂർ റിഫൈനറി ഇവരുടെ ഹോൾഡിങ്സ് വർദ്ധിച്ചു. റെയിൽടെൽ കമ്പനി 48 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വണ്ടർല കൊച്ചിയിൽ ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് റൺ ചെയ്യുന്ന കമ്പനിയാണ് വണ്ടർല. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് കമ്പനിയാണ് വണ്ടർല. അപ്പോൾ വണ്ടർല വീഗാലാൻഡ്, പണ്ടത്തെ വീഗാലാൻഡ്, ഇവർക്ക് ബാംഗ്ലൂരിൽ റിസോർട്ട് ബിസിനസ് ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പുതിയതായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ധാരണയിൽ ആയിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള ഇവിടെ റിസോർട്ടിൻ്റെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ഇവർ പ്രഖ്യാപിച്ചു. അപ്പോൾ റിസോർട്ടിൻ്റെ പരിസരത്തായിട്ട് ഇവർ പുതിയ അഡ്വഞ്ചർ പാർക്ക് കമ്പനി തുറക്കുമെന്നുള്ളൊരു ന്യൂസ്, ഈ ഒരു തീരുമാനം ബോർഡിൻ്റെ അംഗങ്ങൾ അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസാണുള്ളത്. അശോക് ലെയ്ലാൻഡ് കമ്പനി 4 രൂപ 95 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 3 ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ബജാജ് ഓട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൾസർ, ഇവരുടെ ഏറ്റവും വിജയിച്ചൊരു വാഹനമായിരുന്നു പൾസർ. അപ്പോൾ പൾസർ മെയ് 3 അതിൻ്റെ CNG വേരിയൻറ്റും ഉണ്ടാവും, അതല്ലെങ്കിൽ അതല്ലാതുള്ള പെട്രോൾ വേരിയൻറ്റും കമ്പനി ഇറക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്പോട്ട് ഉള്ളത് 20,800 എന്ന റേഞ്ചിലാണ്. ഇപ്പോൾ PCR ആദ്യമായിട്ട് PCR 0.9 ആണ്, എന്നാൽ നിഫ്റ്റിയുടെ 1.2 ആയിരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ നിഫ്റ്റി 0.9 ആണ്. മേജർ സപ്പോർട്ട് 20,600, അത് പൊട്ടിയാൽ 20,300, റെസിസ്റ്റൻസ് 21, അത് ബ്രേക്കൗട്ട് ആയാൽ 21,300 എന്ന നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും താഴെ കാണാം US വിക്സ് ഇന്നലെയും 14% ഉയർന്ന് 12ലേക്ക് വരികയാണ്. നാസ്ഡാക്ക് ഇന്നലെ റെഡിലടച്ചു. ഡോ ഇന്നലെ 122 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച 300 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. 2 ദിവസം കൊണ്ട് 400 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. ഏറ്റവും താഴേന്നാണ് ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് ഓൾറെഡി തന്നെ 12 എന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ നിൽക്കുകയാണ്. MOEX റഷ്യൻ മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ അടക്കാൻ സാധിച്ചു. ഇന്നലെ മോസ്കോയിലെല്ലാം തന്നെ ഒരു ആക്രമണത്തിൽ 18 പേരൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. FTSE യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഇന്നലെ മിക്സഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. എന്നാൽ ഇന്നലെ നിക്കി 400 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ബിറ്റ്കോയിൻ ബമ്പർ റാലി 70,000 എന്ന റേഞ്ചിലേക്ക് തിരികെ എത്തി. അപ്പോൾ 70,000 നിന്ന് ബിറ്റ്കോയിൻ 63,000 വരെ പോയ ബിറ്റ്കോയിൻ തിരികെ എത്തി. വളരെ മാജിക്കലാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. അതുപോലെ തന്നെ 2200 നിന്ന് താഴെ പോയ ഗോൾഡ് വീണ്ടും 2171 തിരികെ എത്തി എന്നുള്ളതാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഇന്നലെയും ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. വിപ്രോ ഇന്നലെ സസ്റ്റെയിൻ ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മറ്റുള്ള സ്റ്റോക്കുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ ഈ ഒരു ന്യൂസിൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 ദിവസം കൊണ്ട് മന്ത്ലി എക്സ്പയറി ആകുന്നുണ്ട്. സ്റ്റോക്കുകളുടെ എക്സ്പയറി, ഇൻഡെക്സുകളുടെ എക്സ്പയറി, ധനകാര്യ സ്ഥാപനങ്ങളുടെ അവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്. അപ്പോൾ ഒരുപാട് കൈമാറ്റങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ നടത്തുന്ന ഒരു വീക്കാണ്. കാരണം ഇതൊരു ഇയർലി വൺസ് സംഭവിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആവാൻ ശ്രമിക്കുക. വൈകിട്ട് 7:00 വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. താങ്ക് യു.